നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ മേടമാസത്തിലെ വിഷു സംക്രമ ഫലവും അതിനോടനുബന്ധിച്ചുള്ള നക്ഷത്രഫലങ്ങളും ഒക്കെ പരിശോധിക്കാം. ഇപ്പോൾ നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ സംക്രമ ഫലം ഒന്ന് നോക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് ആദിഷട്കമാണ്. അതുകൊണ്ട് തന്നെ സർവാഭീഷ്ടസിദ്ധി, സത്കീർത്തി എന്നിവയാണ് ഫലം. ദേവതയായി ശിവനാണ്. അതുകൊണ്ട് തന്നെ മനോദുഃഖവും കുടുംബ സുഖഹാനിയും ഉണ്ടാകാം. ഇപ്പോൾ നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ വരുന്ന വിഷുവർഷത്തെ നക്ഷത്രഫലത്തെ നോക്കാം. ഭരണി നക്ഷത്രക്കാർ സത്യവാദികളും സുഖവും മാന്യതയും ധീരതയും ദീർഘായുസ്സും ഉള്ളവരായിരിക്കും. സ്ത്രീകൾ വിദ്യ, വിവേകം എന്നിവയുള്ളവരായിരിക്കും. തുറന്നു സംസാരിക്കുന്നവരുമായിരിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വിഘ്നവും അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും കൂടുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നും മേൽ ജീവനക്കാരിൽ നിന്നും അകാരണമായിട്ടുള്ള വിമർശനങ്ങൾ നേരിട്ടേക്കാം. പുതിയ ഭവനത്തിലേക്ക് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കാൻ പരിശ്രമിക്കുന്നതാണ്. സാമൂഹ്യ മണ്ഡലങ്ങളിൽ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഉന്നതമായിട്ടുള്ള ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ സാധിക്കുന്നതാണ്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും മുടങ്ങിക്കിടന്ന ആചാരങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് പരിശ്രമിക്കുകയും ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിയ ദർശനങ്ങൾ സമൂഹ നന്മയ്ക്കായി ഉപകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പൊതുസമൂഹത്തിലും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തികളിലും എടുത്തുചാടിയുള്ള സംസാരം ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ അനാവശ്യമായിട്ടുള്ള ശത്രുതകളെ ഭരണി നക്ഷത്രക്കാർക്ക് ഒഴിവാക്കാൻ സാധിക്കും. 10 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് രക്ഷകർത്താക്കളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും നല്ല വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും മധുര പലഹാരങ്ങളും ലഭിക്കാൻ ഇടയുണ്ട്. 10 വയസ്സ് മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പഠനത്തിൽ മന്ദതയും തടസ്സവും ഉണ്ടായേക്കാം. സൽപ്രവർത്തികളിലൂടെയും നല്ല കൂട്ടുകാരിലൂടെയും നേട്ടങ്ങൾ ഉണ്ടാകുവാനായി പരിശ്രമിക്കേണ്ടതാണ്. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും ഉപദേശങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. 16 മുതൽ 26 വയസ്സുവരെയുള്ളവർക്ക് പരിശ്രമത്തിലൂടെ ഉയരാൻ പറ്റിയ സന്ദർഭമാണ്. കഴിയുന്നത്ര ആ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക. പുതിയ വിദ്യാലയങ്ങളിലും തുടർ പഠനത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. 26 വയസ്സ് മുതൽ 33 വയസ്സുവരെയുള്ളവർക്ക് സാഹസ പ്രവൃത്തി കൊണ്ടും ധൈര്യപൂർവമുള്ള ഇടപെടൽ കൊണ്ടും വിജയം ഉണ്ടാകും. ശുഭകാര്യങ്ങൾക്ക് പറ്റിയ സമയമാണ്. ചില എതിർപ്പുകളും ശത്രുതകളും ഉണ്ടായാൽ പോലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. 33 വയസ്സ് മുതൽ 56 വയസ്സുവരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് അധികാരവുമായി ബന്ധപ്പെട്ട കഷ്ടപ്പാടുകൾ ഉണ്ടായേക്കാം. ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. 56 വയസ്സ് മുതൽ 72 വയസ്സുവരെയുള്ളവർക്ക് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൂർത്തീകരിച്ച് വിജയിക്കാൻ കഴിയുന്നതാണ്. കുട്ടികളുടെ വിവാഹം, പുതിയ ഭവനം, വാഹനം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. 72 വയസ്സിന് മുകളിലുള്ളവർ സന്താനങ്ങളിൽ നിന്നുള്ള അനുഭവ യോഗം ഉണ്ടാകുന്നതാണ്.
ആത്മീയ കാര്യങ്ങളുമായി ഇടപെടാനും മനഃശാന്തി ലഭിക്കാനും സാഹചര്യങ്ങൾ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടായാൽ ദുരിത ശമനത്തിനായി മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ശിവന് പുഷ്പാഞ്ജലി കഴിച്ചാൽ സദ്ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വ്യാഴം 3-ലും 4-ലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശനി 12-ലും രാഹു 11-ലും സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷമായിരിക്കും. ശനിക്കാലമാണ്. തൊഴിൽ രംഗത്ത് നിലവിലെ സ്ഥിതി അതുപോലെ തന്നെ തുടരാനോ അല്പം മോശമാകാനോ ഉള്ള സാധ്യതകളുണ്ട്. വലിയ പരിവർത്തനങ്ങൾക്ക് സാധ്യത കുറവാണ്. മനഃപൂർവ്വം മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാൽ ദുസ്സാഹസമായി ചിലപ്പോൾ അത് അനുഭവപ്പെട്ടേക്കാം. എങ്കിലും 11-ൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ ധന ഉന്നതി ഉണ്ടാകുന്നതാണ്. കുമാർഗത്തിലൂടെയും പണവരവ് ഉണ്ടാകാം. അതോടൊപ്പം തന്നെ ഭോഗസുഖവും ലഭിക്കുന്നതാണ്. മൂല്യങ്ങളിൽ വിശ്വാസം കുറയുന്നതായിരിക്കും. ജോലി ലഭിച്ചാൽ അത് ദൂരസ്ഥലത്താകാനും സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം അർഹതയ്ക്കനുസരിച്ചതുള്ളത് ആകണമെന്നില്ല. അന്യദേശത്ത് കഴിയാൻ അവസരം വന്നെത്തുന്നതാണ്. പ്രൈവറ്റ് ജോലിയിൽ അധികാരവും പദവിയും കിട്ടുന്നതാണ്. കടബാധ്യത പരിഹരിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കേണ്ടതായി വന്നേക്കാം. ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.